ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? സുഖമാണോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമാണ് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ വീടിനകത്ത് വെള്ളം കയറിയില്ല, പറമ്പിലും ഞങ്ങളുടെ തിണ്ണയിലും ഒക്കെ കയറിയിട്ടുള്ളൂ. വീട്ടിനകത്തോട്ട് വെള്ളം കയറിയിട്ടില്ല. അപ്പം 3-4 ദിവസമായി നമ്മുടെ ഇറച്ചി മീനും ഒക്കെ തീർന്ന്, ഇടയ്ക്ക് കറണ്ടൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് സാധനങ്ങളൊക്കെ കേടായിപ്പോയി. അപ്പം പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ തയ്യാറെടുക്കുകയാണ്. 2 വീലറൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നത്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. സാധനങ്ങൾ മീൻസ് ഇറച്ചി മീനും ഒന്നും ഇരിപ്പില്ല, ഫ്രിഡ്ജിലിരുന്ന് എല്ലാം കേടായിപ്പോയി. കറണ്ടില്ലായിരുന്നു, 3-4 ദിവസം കറണ്ടില്ലായിരുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. വെള്ളമാണ്, മൊത്തം മുങ്ങിക്കിടക്കുവാണ്. കണ്ടോ? ഞാനെന്തായാലും നിങ്ങളെ കാണിക്കാനൊന്ന് വെള്ളം പിടിച്ചത്. ഇത് കണ്ടോ, ഫുൾ വെള്ളത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. വെള്ളത്തിൻ്റെ നടുക്ക് റോഡാണ് കേട്ടോ. അപ്പോൾ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഞാൻ റോഡിൽ നിൽക്കുകയാണ്. ഫുൾ വെള്ളമാണ്, നല്ല ഇതെല്ലാം വെള്ളം മുങ്ങിക്കിടക്കുന്നത് കണ്ടോ. കണ്ടോ, വെള്ളം മുങ്ങിക്കിടക്കുന്ന കണ്ടോ, എല്ലാം വെള്ളം മുങ്ങിക്കിടക്കുവാണേ. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇങ്ങനെ നടക്കാൻ, വെള്ളത്തിനകത്തൂടെ നടക്കാൻ നല്ല രസമുണ്ട്. ഞാൻ നടന്ന് പോവുക കേട്ടോ. വെള്ളം തീർന്ന് ഞാനിങ്ങി കരയിലോട്ട് കയറാൻ പോവുകയാണേ. ഇപ്പം വെള്ളം തീർന്ന് ഞാനിങ്ങോട്ട് കയറുക. കണ്ടോ, വെള്ളം തീർന്നു. ഇനി അടുത്ത വെള്ളത്തിലേക്ക് പോകാൻ പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ താണ്ടി 2 വീലറിൽ നിന്ന് ഇറങ്ങിയും വെള്ളത്തിൽ കൂടെ നടന്നുമൊക്കെ പച്ചക്കറി കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോവുകയാണ്. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണം, പിന്നെ ബീഫ് മേടിക്കണം, ഫിഷ് മേടിക്കണം. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തടത്തായിട്ട് കയറി ഇറങ്ങി നമ്മളിങ്ങനെ തിരുവല്ലയിലെത്തി. അപ്പം പച്ചക്കറിയൊക്കെ മേടിച്ചു. ഇനി കുറച്ച് ബീഫ് മേടിക്കണം. ഞങ്ങൾ ബീഫ് കട വന്നപ്പോൾ ബീഫൊക്കെ തീർന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്കുള്ള ബീഫ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ബീഫും ഒക്കെ മേടിച്ചിട്ട് ഫിഷും മേടിക്കണം. ഫിഷും മേടിച്ചേച്ച് ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോയി. ഇനി അടുത്ത വെള്ളത്തിലുള്ള കളി നടക്കാൻ പോവുകയാണ്. അപ്പം ബീഫും കൂടെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുക കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും തരിക. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. നല്ല വെള്ളത്തിൽ കൂടെ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഇറങ്ങിയും കയറിയൊക്കെ പോകണം, കാരണം ചില സ്ഥലത്തൊക്കെ 2 വീലർ അങ്ങോട്ട് വെള്ളത്തിനകത്തൂടെ മൂവ് ചെയ്യത്തില്ല. അന്നേരം എനിക്ക് ഇറങ്ങേണ്ടി വരും. ഇപ്പം കുഴപ്പമില്ല. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയൊക്കെ ഓർക്കുക. വെള്ളത്തിൻ്റെ കെടുതിയിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാവരും സ്കൂളുകളിലൊക്കെ താമസിക്കാൻ പോയിട്ടുണ്ട്, കാരണം വീടുകളിലെല്ലാം വെള്ളം കയറി. അതുകൊണ്ട് അപ്പം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു.